നമ്മൾ GCCയിൽ വർക്ക് ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകളും നമ്മൾ എവിടെയാണോ ഏത് രാജ്യത്താണോ വർക്ക് ചെയ്യുന്നത് ആ രാജ്യത്തിന് വേണ്ടി നമ്മളെപ്പോഴും വാദിക്കും അല്ലേ. ആ രാജ്യത്തിനെ അനുകൂലിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് മലയാളി എസ്പെഷ്യലി മലയാളീസ് നമ്മളെപ്പോഴും വാദിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സൗദിയിലുള്ള ആളുകളാണെങ്കിൽ നമ്മളെപ്പോഴും പറയുന്നതാണ്, സൗദിയിലുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇവിടുത്തെ കാശിന് നല്ല ബർക്കത്താണ്, നമ്മൾ അവിടുന്ന് വരുമാനം ഉണ്ടാക്കുമ്പോൾ അത് നല്ല ബർക്കത്താണ്, എപ്പോഴും കയ്യിൽ നമ്മുടെ അടുത്ത് കാശ് ഉണ്ടാവുന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഖത്തറിലുള്ളവർ ഖത്തറിനെ കുറിച്ച് എന്തെങ്കിലും പൊക്കി പറയുമ്പോൾ ദുബായിലുള്ളവർ അതിന് മറുപടി ആയിട്ട് അപ്പോൾ നിങ്ങൾ ദുബായിൽ വരാഞ്ഞിട്ടാണ് ഇവിടുത്തെ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നുള്ള, അതായത് എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അതിനെക്കുറിച്ചിട്ട് അങ്ങനെ പൊക്കി പറയും, എസ്പെഷ്യലി മലയാളീസ്. എന്നാൽ ഒമാനിലുള്ളവർ ഇതുവരെ അങ്ങനെ ഒമാനിനെ കുറിച്ചിട്ട് ഇങ്ങനെ വലിയ വീരവാദം അളക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഞാനിപ്പോൾ 5-8 വർഷമായിട്ട് ഒമാനിലാണ്. അത് കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ അറബികൾ, നമുക്കറിയാം GCC കൺട്രീസിലുള്ള വിദേശികൾ എസ്പെഷ്യലി ഇന്ത്യക്കാർ മലയാളീസ് ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഡിസ്ക്രിമിനേഷൻ നേരിട്ടുണ്ടാകും. അതായത് നമ്മൾ ഒരു തരം അടിമകളാണ്, എസ്പെഷ്യലി താഴെ തട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നവർ എന്തായാലും അത് അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒമാനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒമാനിൽ വരികയെ ഇവിടെ സ്റ്റേ ചെയ്യേ അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഡിസ്ക്രിമിനേഷൻ ഇവിടുത്തെ അറബികളിൽ നിന്നും ഒരിക്കലും ഫീൽ ചെയ്യൂല എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. കാരണം ഞാൻ ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ട് 5-6 വർഷം, സൗദിയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഹോട്ടൽ ഫീൽഡിലാണ്, എല്ലാത്തരം ഗസ്റ്റിനെയും ഡെയിലി കാണുന്നതാണ്, അവരെ മീറ്റ് ചെയ്യുന്നതാണ്, അവരെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാം. ഒരുപാട് നല്ല ആൾക്കാരുണ്ട്, എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, പ്രത്യേകം എടുത്ത് പറയാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഒമാനിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എസ്പെഷ്യലി ഇന്ത്യക്കാരെ മലയാളികളെ ഇവിടുത്തെ അറബികൾ അത്രയും റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് കാണുന്നത്. നമ്മളൊരു ഓഫീസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗവൺമെൻറ് പേപ്പർ വർക്കിനോ പോകുമ്പോൾ 99.9% നമ്മൾ ഇന്ത്യക്കാരനാണ് അല്ലെങ്കിൽ മലയാളീസാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക റെസ്പെക്റ്റ് കൂടുതൽ കിട്ടുക ചെയ്യുന്നത്. കാരണം അവർക്കറിയാം മറ്റുള്ള ഗൾഫ് കൺട്രീസ് പോലെ തന്നെ ഈ നാട് ഇതുപോലെ ആവാൻ വേണ്ടി പ്രയത്നിച്ചതിൽ ഒരുപാട് മലയാളീസിൻ്റെ കൈകളുണ്ടെന്ന്. ഇപ്പോഴും ലുലു, നെസ്റ്റോ, ബദർസമാക പോലുള്ള വമ്പൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒക്കെ അണ്ടർ മലയാളീസിൻ്റെ എന്നുള്ളത് ഇവർക്ക് കൃത്യമായി അറിയാം. അതായത് ഒരു അറബി നീച്ചെന്നിട്ട് നമ്മളെ ഹഗ് ചെയ്യുന്നു, നമുക്ക് ഷെയ്ക്കാൻ്റെ ഇരുന്നു, നമ്മളെ സാറേന്ന് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രൗഡ് ഫീലിംഗ് ആണ് അത്. മറ്റേതെങ്കിലും ഗൾഫ് കൺട്രീസിൽ ഇതുപോലെ ഒരു റെസ്പെക്റ്റ് നമ്മൾ മലയാളീസ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. വീണ്ടും പറയുന്ന എല്ലാവരും അല്ല, നല്ല സ്വഭാവമുള്ള ആൾക്കാരുണ്ട് ഇവിടെയും, അതുപോലെ നേരെ തിരിച്ചുണ്ട്. പക്ഷേ ഒമാനിലാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഡിസ്ക്രിമിനേഷൻ ഫീൽ ചെയ്യൂല എന്നുള്ളത് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ GCCയിലെ നിലവിലെ ഈ സാഹചര്യത്തിലും ഒമാനിനോളം സേഫ്റ്റി മറ്റെവിടെയെങ്കിലും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ പണം കൊണ്ട് ഇവിടുത്തെ ആളുകൾ ഒരുപാട് പിന്നിലായിരിക്കാം, പക്ഷേ സംസ്കാരം കൊണ്ട് ഒമാനികൾ ഒരുപാട് മുന്നിലാണ്. നിങ്ങൾ ഒമാനിൽ വിസിറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ താഴെ നിന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ എക്സ്പീരിയൻസ്.